വിടുതലിന് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 12:30 നമ്മുടെ എല്ലാ ശുശ്രൂഷകളും അവസാനിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. നിരവധി ദേവദാസന്മാര് ആശംസകൾ പറയുവാനായിട്ടുണ്ട്. ആശംസകൾ പറയുവാൻ ഇപ്പോൾ തന്നെ ഏകദേശം 25-26 ദേവദാസന്മാർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത്രയും ദേവദാസന്മാരെ ആശീർവാദം പറയും. അതിനിടയ്ക്ക് ഡാനി സാറിന്റെ ഒരു മെസ്സേജ് എല്ലാം ഇതിനകത്ത് നടക്കണം. അതുകൊണ്ട് ആശംസ പറയുന്ന ദേവദാസന്മാര് എല്ലാവരും ദേവദാസന്മാരായതുകൊണ്ട് പരിജ്ഞാനമുള്ളവരാണ്. സമയത്തിന്റെ വില അവർക്ക് അറിയാം. ഏറ്റവും നന്നായിട്ട് സമയത്തിന്റെ വില അവർക്ക് അറിയാം. സാർ എപ്പോഴും പറയും ഞങ്ങളുടെ മീറ്റിങ്ങില് 2 മിനിറ്റ് തരുന്നെങ്കിൽ പറയും 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡാണ്. അപ്പോൾ അത്രയും സമയമുണ്ട്, 120 സെക്കൻഡ് ഉണ്ട് ആശംസകൾ പറയാനായിട്ട്. അത് ദേവദാസന്മാർ വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കണം. ഇതിനിടയ്ക്ക് എനിക്ക് ആശംസ പറയാൻ സമയം കിട്ടാതെ പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ആശംസ നേരത്തെ എന്ന് പറയുകയാണ്. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ദേവദാസൻ പറഞ്ഞല്ലോ, ഈ സഭയുടെ അല്ലെങ്കിൽ ഈ ആലയത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടും ശുശ്രൂഷയുടെ ബന്ധത്തിലും എനിക്കേറെ ഹൃദയബന്ധമുള്ള, എനിക്ക് ഒത്തിരി മറക്കാൻ പറ്റാത്ത ഒരു സഭയാണ് ഈ അഗതിയൂർ സഭ എന്ന് പറയുന്നത്. കാരണം ഞാൻ 25ാമത്തെ വയസ്സിലാണ് ഞാൻ കുന്നംകുളത്ത് വരുന്നത്. 15 വർഷമായി. 16ാമത്തെ വർഷത്തിലേക്ക് ഞാൻ കയറി. അപ്പൊ എന്റെ വയസ്സ് മനസ്സിലായല്ലോ. 25ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ വന്നു. 5 വർഷം ഞാൻ ഈ സഭയില് ദൈവകൃപയാൽ ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. അപ്പോ അന്ന് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ മാസം ശരിയാണ്. വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ അന്ന് ആ പാഴ്സനേജിൽ താമസിച്ചത്. മഴ സമയത്തൊക്കെ ഈ അടുക്കള മാറ്റി ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ വരെ അടുക്കള കൊണ്ടുവന്ന് വെച്ച സമയമുണ്ട്. എങ്കിലും യാതൊരു പരാതിയും ഇല്ലാതെ, പരിഭവങ്ങൾ പറയാതെ 5 വർഷം ഞങ്ങൾക്ക് ഇവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. 2010 മുതൽ 2015 വരെ. അതിനുശേഷം അടുക്കുട്ടിയിലേക്ക് മാറി. അവിടെ 1 വർഷം ആയിരിക്കുമ്പോൾ വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരേണ്ടി വന്നു. അടുക്കുട്ടി സഭയും ഈ സഭയുമായിട്ട് 2 വർഷം, അങ്ങനെ മുഴുവൻ 7 വർഷം ഞാൻ ഈ സഭയിൽ ശുശ്രൂഷിക്കാനിടയായി. ആ സമയത്താണ് പ്രിയ സന്തോഷ് വാസു തിരിച്ച് കുന്നംകുളത്തേക്ക് കടന്നു വരുന്നത്. ഒരു സൺഡേയിലാണ് ദേവദാസൻ ചാർജ് എടുക്കുന്നത്. ചാർജ് എടുക്കുന്ന സമയത്ത് ഞാൻ സഭയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഈ ആലയത്തിന്റെ പണി നടക്കും, ഇനി ഇവിടെ ഒരു ആലയം ഉയരും. കാരണം ദേവദാസന്റെ മേൽ അങ്ങനെ ഒരു നിയോഗമുണ്ടെന്നും, ദേവദാസന്റെ മേൽ അങ്ങനെ ഒരു അഭിഷേകമുണ്ടെന്നും, ദേവദാസനെ കൊണ്ട് ദൈവം അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യിക്കുന്നുണ്ട് എന്നും നല്ല ബോധ്യമുള്ളത് കൊണ്ട് അതിനെന്ത് എഫേർട്ട് എടുക്കണമോ, എത്ര ഓടണമോ, എത്ര അലയണമോ അതിനുള്ള മനസ്സ് ആ ദേവദാസനുണ്ട്. സ്തോത്രം. ആമേൻ. ആ ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുടുംബമായി ആദ്യമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സഭയും അഗതിയൂർ സഭയാണ്. ഈ സഭയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ 2 പേരായിട്ട് മാത്രമാണ് വന്നത്. പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ 3 പേരായിട്ടാണ്